എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം. എൻ്റെ ചോറ്റുപാത്രത്തിൽ നിന്ന് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വരൂ. ചോറ്, ഇത് മുതിരക്കറി കണ്ടില്ലേ, മുതിരക്കറി. പിന്നെ പപ്പടം മുളകിട്ടത്, പിന്നെ വൈതിരിങ്ങ കണ്ടോ, വൈതിരിങ്ങ വറുത്തെടുത്തത്, പിന്നെ നമ്മുടെ വെള്ളം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാവരും വരൂ, ഭക്ഷണം കഴിച്ചാലോ. ഭക്ഷണം കഴിക്കാം കേട്ടോ. മുതിര കുതിരയ്ക്ക് കൊടുക്കണതാണെന്നാണ് പറയുക. അപ്പോൾ കുതിരയുടെ ശക്തി നമുക്ക് കിട്ടട്ടെ. നമ്മുടെ കേരളത്തിൽ മാത്രം കേരളത്തിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കാം, എന്നാലും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഭക്ഷണം കഴിക്കും മുപ്പാട് ഈശ്വരനെ വന്ദിക്കുന്നത് അല്ലേ. തമിഴ്നാട്ടിലൊക്കെ പോയാൽ അവർ ഇങ്ങനെ ചോറെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിക്കും അല്ലേ. നമ്മുടെ നാട്ടിൽ കേരളത്തിലും പഴയ കാലത്ത് അന്നപൂർണേശ്വരി സ്തുതി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അന്നപൂർണ കൃപപൂർണ എന്നുള്ള ഇത് ചൊല്ലിയിട്ട്. ഇന്നിപ്പോൾ ആരും അങ്ങനെയൊന്നും നോക്കുന്നില്ല. വിളകിട്ട പപ്പടം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. വൈതിരിങ്ങ പച്ചയ്ക്ക് വറുക്കണതാണ്, കൊണ്ടാട്ടമല്ല കേട്ടോ. എനിക്ക് വൈതിരിങ്ങ, കയ്പക്കായ, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ പച്ചയ്ക്ക് വറുക്കണതാണ് ഇഷ്ടം, കൊണ്ടാട്ടം ഇഷ്ടമല്ല. പിന്നെ വൈതിരിങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ടോ നീളനെയോ അല്ലെങ്കിൽ നടു പൊളിച്ചിട്ട് പൊരിച്ചെടുക്കാം, അങ്ങനെ വേണം ചെയ്യാം. പക്ഷേ എന്നെപ്പോലത്തെ പിശുക്കന്മാർക്ക് പറ്റില്ല. വെളിച്ചെണ്ണ വേണം, നിറയെ വെളിച്ചെണ്ണ ഒഴിക്കണം, ഇതിങ്ങനെ വറുത്ത് കോരി എടുക്കണേ. അപ്പം ഞാനാണെങ്കിൽ നല്ല പിശുക്കനാണ്. ഒഴുക്ക് വെളിച്ചെണ്ണ 3 ദിവസം കറി വയ്ക്കാൻ വിചാരിക്കും. കാരണം ആരെങ്കിലും ഇവിടെ വന്നാൽ തന്നെ അടുക്കളയിൽ കയറ്റാൻ എനിക്ക് പേടിയാണ്. അവർ കയറി ഇറങ്ങി പോകുമ്പോഴേക്കും നമ്മുടെ അടുക്കള കാലിയായിട്ടുണ്ടാവും. ഞാൻ പരിപ്പും പഞ്ചാര ഇതൊക്കെ ഇത്ര ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടിരിക്കുക. അങ്ങനത്തെ ഒരു പിശുക്കനാണ് ഞാൻ. എന്നെപ്പോലെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ അനുമതി ഉണ്ടാവും. എനിക്ക് പണം ഇല്ലാണ്ടിയാണ്, എനിക്ക് വരുമാനമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ വരുമാനം പണമുള്ളവരും ഉള്ളവരിലും ചെയ്തവരും ഇങ്ങനെയാണ്. അവർ സൂക്ഷിച്ച് കണ്ടു കറഞ്ഞ് ജീവിക്കും. പല്ലുവേനയില്ലാണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം ആ 3 ദിവസം മഴ പെയ്തിൽ വെള്ളം കയറി പാക ചളിയായിട്ട് കിടക്കണം. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകണം. കുറച്ചുകൂടി വെള്ളം ഇറങ്ങാണ്ട്. എല്ലാ ദിവസവും പണിയാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ പണി തന്നെ പണി. കാരണം അമ്മമാർക്കൊക്കെ വയ്യാണ്ടേ, അവർക്ക് വയ്യായില്ലാത്തപ്പോൾ അവരെല്ലാം ചെയ്തിരുന്നു. എൻ്റെ അമ്മ ചോറ് വരെ വെച്ചിരുന്നു. ബാക്കിയുള്ളത് എനിക്ക് നോക്കണ്ടോ? അപ്പോൾ അതൊന്നും അമ്മ ചെയ്യണില്ല. എൻ്റെ തുണി, എൻ്റെ ഡ്രസ്സ് കഴുകിയിരുന്നു, അങ്ങനെ മുറ്റടിച്ചിരുന്നു. അമ്പലത്തിലെ വിളക്കുകൾ കഴുകാൻ സഹായിക്കിയിരുന്നു. അപ്പം അതൊന്നുമില്ല. ഇപ്പം രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ കുളിച്ച് ക്ഷേത്രം തുറന്ന് പൂജയും കാര്യങ്ങളും കഴിഞ്ഞ് ആദ്യം രാവിലത്തെ പൂജ കഴിഞ്ഞാൽ വന്ന് ചായ തിളപ്പിച്ച് അതൊക്കെ കൊടുത്ത് അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് മറ്റുള്ള നേദ്യങ്ങൾ വയ്ക്കും. നേദ്യപൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8, 8, 9 ആവും. എന്നിട്ട് വന്നിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് 10, 10:30 വേണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഡ്രസ്സ് കഴുകണം, ഉടുത്ത് മാറുന്ന ഡ്രസ്സ് കഴുകണം, ദേവിക്ക് മാറിയിരുന്ന പട്ടുകൾ കഴുകണം, വിളക്ക് പൂജപാത്രങ്ങളൊക്കെ തേച്ച് കഴുകണം, അമ്പലനട അടിച്ച് കഴുകണം. അത് കഴിഞ്ഞ് വേറെ കത്തിക്കാൻ വിറകല്ലേ, വല്ല പട്ടയൊക്കെ അമ്മ വലിച്ചു കൊണ്ടുവരും. അതൊക്കെ വെട്ടി ഓല വേറെ പട്ട വേറെ ടെറസിൻ്റെ മുകളിൽ കയറ്റി ഉണക്കാറണം. അതിൻ്റെ ഉള്ളിൽ പോകേണ്ടടത്തൊക്കെ പോകണം, വരണം. അങ്ങനെ കുട്ടിയ എൻ്റെ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും ചെയ്യാണ്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് സൂക്ഷിച്ചിരിക്കുകയല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു വിരല് കുത്തി വെളുക്കണം. മാലിറിനേറ്റ് ഉപ്പാടും നേക്കം ഒന്ന് വെട്ടിയതാ, അത് കുത്തി വെളുക്കുന്നുണ്ട്. അപ്പോൾ എവിടെ തൊട്ടാൽ ഇതുമേ വേദന കഴിയ. ഇത്ര ധരിച്ചാൽ ഈ വിരലുമ്മ ഒരിടത്ത് മുട്ട ഒക്കെ ഈ വിരല മുട്ടുള്ളൂ. അതിനാകെ വേദനയുണ്ട് കുട്ടി. എരിവൊക്കെ ആകുമ്പോൾ സോപ്പ് എരിവ് ഒക്കെ ആകുമ്പോൾ വേദന. ഇനി ഒരു കവർ ഉറയിടണം. അപ്പം അതൊക്കെയാണ് വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്തായിരിക്കും കേട്ടോ. ലൈക്ക് ചെയ്യും എല്ലാവരും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെ എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കും കേട്ടോ.